സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് അല്ല, ക്ഷമിക്കണം, വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 5 വർഷമായി ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കിന് മുമ്പിൽ വരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു ക്യാമറയെ ഫേസ് ചെയ്യുമ്പോൾ പല പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. അതിൻ്റെതായ ഒരു പ്രശ്നമാണ്. ഞാനിത് എഡിറ്റ് ചെയ്യുന്നില്ല, കാരണം 15ാമത്തെ ടേക്കാണ്. ഒരു ടേക്കിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കരമായ സന്തോഷത്തിലോ ഇനി വേറെ എന്താണ് എൻ്റെ ഫീലിങ്സ് എനിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കാം ഞാൻ നെർവസ് ആണ്. എന്തെങ്കിലും പിശകുകളൊക്കെ പറ്റിയാൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഇത് എഡിറ്റ് ചെയ്യാതെയാണ് തരിക. എഡിറ്റ് ചെയ്യാൻ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. കൂട്ടുകാരെ, സ്ട്രൈക്കർ കോച്ചിങ് എന്നൊരു യൂട്യൂബ് ചാനൽ കാണുന്ന അല്ലെങ്കിൽ ഇതുവരെ ഏതെങ്കിലും ഒരു സെക്കൻഡെങ്കിലും എന്നെ കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കാണുക. എന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചും നമ്മുടെ ചാനലിനെ കുറിച്ചും എന്തിനു പറയുന്നു, ഇതുവരെ ഈ കഴിഞ്ഞൊരു 4 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ എൻ്റെ കഥയോ എൻ്റെ ഡീറ്റെയിൽസോ മറ്റുള്ള കാര്യങ്ങളോ വ്യക്തി ജീവിതമൊന്നും പറയാറില്ലായിരുന്നു. അപ്പൊ ഇന്ന് വളരെ വളരെ സന്തോഷത്തിലാണ്. ഇന്നലെ 2 ദിവസമായി. അപ്പോൾ ഈ ഒരു വീഡിയോ സാധാരണഗതി നിങ്ങൾക്ക് അറിയാം, ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി വരുന്ന ആളാണ് ഞാനോ, അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബ് ചാനലൊക്കെ നല്ല റീച്ച് കിട്ടും. പക്ഷെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. കഴിഞ്ഞ ഒരു 48 മണിക്കൂറായി എനിക്ക് പറയാം. 2 ദിവസമായിട്ട് ഇതിന്റെ ഒരു ചിന്തയിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇതിന് മാത്രം എന്താണെന്നൊക്കെ ചിന്തിക്കും നിങ്ങൾ. അത് എന്താ, വ്യക്തിപരമായ ചോയ്സ് ആണ്. കാരണം നിങ്ങളിപ്പോ ഒരുപാട് റിസൾട്ടുകൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സ്ഥാപനങ്ങളുടേത്. അതൊക്കെ ഒരു സ്ഥാപനമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇത് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെതായ പരിമിതിയോ അല്ലെങ്കിൽ അതിന്റെ പ്രയാസമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സന്തോഷമായിരിക്കും. എനിക്ക് അറിയില്ല. എന്റെ വാക്കുകള് സാധാരണ ഇങ്ങനെ ഒഴുകി വരും. ഞാൻ എന്നെ പൊക്കി പറയല്ല. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ LGS സമയത്ത് ആ ക്ലാസ്സുകൾ നിരന്തരം ഫ്രീ ക്ലാസ് കൊടുത്ത്, അന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 4 വർഷം മുമ്പുള്ള വീഡിയോസ് ഒക്കെ 1,80,000 ഒക്കെ വ്യൂസ് ഉള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അന്ന് കൊറോണ ആയതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് പേര് പഠിച്ച് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അതിനുശേഷം പല പരീക്ഷകൾക്കും വേണ്ടി യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ നൽകി. അങ്ങനെയാണ് ഈ അവസാനത്തെ LGS വന്ന സമയത്ത് നമ്മളൊരു 500 പേര്, 500 പേര് എന്ന് പറഞ്ഞാൽ 500-നേക്കാട്ട് കുറച്ചധികം ആളുകൾ, 526 അടുത്ത ആളുകളായിരുന്നു ഒരു ഗ്രൂപ്പ് തുടങ്ങി പഠിച്ചു തുടങ്ങിയത്. ഇവരെയൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ പഠിച്ചിട്ടോ ജോലി കിട്ടിയിട്ടൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സ്വാധീനം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ, വർഷങ്ങളായി വേണമെങ്കിൽ പറയാം, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ഇന്നലെ ഈ ദിവസങ്ങളിൽ എന്നെ വിളിച്ച ആളുകളും സംസാരിച്ച ആളുകളും മെസ്സേജ് അയച്ച ആളുകളും സത്യത്തിൽ അത്രയ്ക്ക് സന്തോഷമാണ്. നമ്മൾ പറയില്ലേ, എവറസ്റ്റ് കൊടുമുടിയൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ആ ഒരു യാത്രയിൽ നമ്മൾ അച്ചീവ് ചെയ്തൊരു നേട്ടം, ഒരുപക്ഷെ 1ാം റാങ്കോ 2ാം റാങ്കോ, എനിക്കൊരു വലിയ നേട്ടം ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷം കിട്ടുമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പറയുന്ന 116ഓളം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, അവർക്ക് പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഭാഗമായി എന്ന് പറഞ്ഞാൽ 500 ചില്ലാണ ആളുകളിൽ നിന്നാണ് ഞങ്ങളൊരു 126 പേര് മെയിൻ ലിസ്റ്റിൽ വന്നത്. അതിനകത്തൊരു 10, 30, 40ഓളം ആളുകൾ പല സെന്ററുകളും നന്നായിട്ട് പോയി പഠിച്ചവരാണ്. അവരുടെ പ്രാദേശിക സെന്ററുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അവരുടെ ഫോട്ടോ അവർ വെക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വെക്കാത്തത്. ബാക്കി ഇനിയും ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്തത്. നാളെയും മറ്റന്നാളായിട്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യും. ആ ഒരു വീഡിയോയിൽ വരും. അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പഠിച്ച നമ്മുടെ മിടുക്കരായ കേരളത്തിലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സന്തോഷം, അവരുടെ വിജയം നിങ്ങളോട് പങ്കുവെക്കാനും പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട, അതിനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സ്വാഗതം പറഞ്ഞു തോന്നുന്നു. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും സാധ്യമാകും. കഴിഞ്ഞ ഒരുപാട് പരീക്ഷകളിൽ തോറ്റ്, എന്താ പറയാ, ജീവിതത്തിൽ നിന്നും പരീക്ഷ അല്ലെങ്കിൽ PSC പഠനം നിർത്തി പിന്തിരിഞ്ഞ ഒരുപാട് പേരെ എനിക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. കാരണം ഇവരെയൊക്കെ ഞാൻ വിളിക്കുകയും സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഓരോരുത്തരും നമുക്ക് പറയാം. ഓരോരുത്തരെ ഞാൻ പറയാൻ നിന്ന ഒരുപക്ഷെ ഈ വീഡിയോ ഒരു മണിക്കൂറാവും. നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, സ്ട്രൈക്കർ LGS. നിങ്ങൾ ടെലഗ്രാം എടുത്ത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ച ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ടെലഗ്രാം സെർച്ച് ചെയ്യുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് പേരുടെ മാത്രം, ഇനിയും ഒരുപാട് എഴുതാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്, ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം വീഡിയോ നീണ്ടുപോയി നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അവസാനം അത് പറയും. അതൊക്കെയാണല്ലോ നിങ്ങൾക്ക് താല്പര്യം. എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ കമ്പനി ബോർഡ് LGS വേണ്ടി ഉണ്ടോ ക്ലാസ്, എന്താ ഡീറ്റെയിൽസ്, അത് ഞാൻ മറ്റൊരു വീഡിയോയിലും പറയും. അപ്പൊ നിങ്ങളിത് മുഴുവൻ ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. LGS അല്ലെങ്കിൽ ഒരു 10th ലെവൽ പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 1.5 ലക്ഷത്തിനടുത്തുള്ള സബ്സ്ക്രൈബർ നമുക്ക് ആയത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനൽ ഇതാ 20,000 സബ്സ്ക്രൈബർ ആയി. അതിന്റെ ഒരു സന്തോഷം കൂടി പറയാണ്. അപ്പൊ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാഹുൽ കഴിഞ്ഞ ഒരു 1.5 വർഷം എനിക്ക് ഓർമ്മ 2 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും.
അത്രയും കോണ്ടാക്ട് ചെയ്ത് നിരന്തരമായിട്ട് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ കക്ഷി ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലില്ല. ആ ഒരു ആത്മബന്ധം നോക്കിക്കേ. ഈ ബിൻഷ ഇന്നലെ രാത്രി എനിക്ക് തോന്നുന്നു 11:30 12 മണിയായിട്ടുണ്ടാവും. ബിൻഷ ഇത് കേൾക്കുന്നുണ്ട്. ബിൻഷ ആ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ടാവും. രാഹുലൊക്കെ ബിൻഷ ഒരു ലേഖനം തന്നെ എഴുതി. അത് പിന്നെ അവള് വോയിസ് അയച്ച സമയത്ത് എനിക്ക് കണ്ണു നിറഞ്ഞു. സാറേ ഞാനിങ്ങനെ പുറത്ത് ഒരാളോട് സംസാരിക്കാനോ എനിക്ക് വോയിസ് ആയിട്ട് പറയാൻ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, നല്ലൊരു നേട്ടം. മലപ്പുറം പോലൊരു ജില്ലയില് ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഇവർക്കൊക്കെ ടോപ്പ് റാങ്ക്, 1ാം റാങ്കോ 2ാം റാങ്കോ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഇത് പറയാതിരിക്കരുത്. കാരണം 1ാം റാങ്കിനെക്കാട്ടും വലുതാണ് എനിക്ക് ഇവർ നേടിയ ഈ റാങ്ക്. ഇന്നലെ മിനിയാന്ന് റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് രാവിലെ ഒരു 1.5 മണിക്കൂർ, ഞാൻ ചെറിയൊരു കാര്യം പറയാം, 1.5 മണിക്കൂർ കറണ്ട് അഫേഴ്സ് ഞാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്ത 5 പേർ ഒരാൾ ബിൻഷയാണ്. ബിൻഷയുടെ വീട്ടിൽ ആരുടെ കല്യാണം ഞാൻ മറന്നു, അനിയന്റെതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കല്യാണം എന്ന് വെച്ചാൽ ആ വീട്ടിൽ കല്യാണം നടക്കുക, അനിയന്റെതോ ചേട്ടൻ്റെതോ ഇനി ആരാധന എനിക്ക് ഓർമ്മയില്ല, സ്വന്തം വീട്ടില് സ്വന്തം ബ്രദറിന്റെ സിസ്റ്ററിന്റെ ആരോ കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് രാവിലെ ക്ലാസ്സിൽ വന്ന് പഠിച്ചു. ഈ സെക്രട്ടേറിയറ്റ് OA അതല്ലെങ്കിൽ ലാബേഴ്സിന്റെ ഏതൊരു പരീക്ഷയ്ക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് പലർക്കും ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്കും നാളെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു പക്ഷേ വീഡിയോ കാണുമ്പോൾ ഈ നേടിയ 10 15 10 പേർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഇതിനോട് കാണിക്കുകയാണ്. ഈ ബിൻഷ മാത്രമല്ല എല്ലാവരും. സാദിഖാനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടോ എനിക്ക്, ഒരുപാട് പറയണം. അത്രയും സ്നേഹമാണ് ഇവരോടൊക്കെ. ഞാന് എന്റെ സ്വന്തം വൈഫിന്റെ ബ്രദറിന്റെ പേര് സാദിഖ് എന്നാണ്. ഞാൻ എന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അളിയ എന്ന് എനിക്ക് തോന്നുന്നു 1000 2000 എത്ര തവണയെന്ന് എണ്ണാൻ പറ്റില്ല. അത്രയും തവണയാണ് കഴിഞ്ഞ ഒരു 6 മാസം ഈ പേട്ടനെ കുറിച്ചൊക്കെ. ഈ പേട്ടനൊക്കെ എനിക്ക് എന്നും അത്രയ്ക്ക് ഒരു ചേട്ടായിയുടെ സ്ഥാനമാണ്. എത്രയോ വോയിസ് മെസ്സേജുകൾ ഈ പേട്ടൻ അയച്ചു. ഈ പേട്ടൻ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. വാട്സാപ്പിൽ നിരന്തരമായിട്ട് ഈ പേട്ടന്റെ പ്രശ്നങ്ങൾ, ഇപ്പൊ അല്ല ഒരു വർഷം മുമ്പാണ്. അങ്ങനെ അതൊക്കെ ആയിട്ട് ഇവര് കഷ്ടപ്പെട്ട് പഠിച്ചു. എന്നെക്കൂടെ എത്രയോ മുതിർന്ന ആളുകളാണ് ഇവരൊക്കെ. പക്ഷെ ഇവരൊക്കെ എന്നെ സാറേ എന്നൊക്കെ വിളിക്കും. ഞാൻ പറയും അങ്ങനെയൊന്നല്ല, ഞാൻ നിങ്ങളെ അനിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പക്ഷെ ഇവരൊക്കെ തരുന്ന സ്നേഹം, അങ്ങനെ ഈ പറഞ്ഞ ഇവരൊക്കെ വേറെ വേറെ പല സെന്ററുകളിലും പല ആളുകളും ചേർന്ന് പഠിച്ചു. നമ്മുടെ ഗ്രൂപ്പിൽ പഠിച്ചിട്ടാണ് ഇത് അച്ചീവ് ചെയ്തത് എന്നല്ല പറയുന്നത്. മറിച്ച് നമ്മുടെ ഗ്രൂപ്പില് രാവിലെ 5:30 ക്ലാസ് ഉണ്ടാവും. 8 മണിക്ക് 10 മണിക്ക് 11 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് 4 മണിക്ക് രാത്രി 7 മണിക്ക്. അപ്പൊ നിങ്ങൾ ഇതേക്ക് പോവില്ല. ഒരു രാത്രി 12:30 വരെയൊക്കെ പഠിപ്പിച്ച സമയമുണ്ട് പരീക്ഷ അടുപ്പിച്ച്. അപ്പൊ അങ്ങനെ 10 മണിക്കൂറിലൊക്കെ കൂടുതൽ തൊണ്ടയിൽ എന്താ പറയാ സംസാരിച്ച് വെള്ളം പറ്റി അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് എടുത്തു, പഠിച്ചു, ഒരുമിച്ച്. ഞാൻ പറഞ്ഞു ഒരുമിച്ച് പഠിച്ച് എല്ലാവരെയും. ഇപ്പൊ ആനിമോള്, അപ്പൊ ഞാൻ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നില്ല, പേരെടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരുപാട് സമയം പോകും. രാഹുല് 25ാം റാങ്കാണ് ആലപ്പുഴ നേടിയത്. ബിൻഷ 31ാം റാങ്കാണ്. അപ്പൊ എന്റെ സന്തോഷം അത്രയ്ക്കുണ്ട്. അതുകൊണ്ടാണ് സാദിഖ് 45ാം റാങ്കാണ്. ഈ പേട്ടൻ 56ാം റാങ്കാണ്. സാദിഖ് ആക്കട്ടോ അളിയനായതുകൊണ്ട് ഞാൻ സാദിഖ് എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ ശാലിനി ടീച്ചർ 61, ആനിമോള് 87, അങ്ങനെ ഓരോരുത്തരും. സിജോ ചേട്ടായിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു സാറ് എക്സ് മിലിറ്ററി ആണെന്ന് തോന്നുന്നു. അപ്പോ സാറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കറണ്ട് അഫേഴ്സ് ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് അത്രയേറെ മുതിർന്ന ആളുകളൊക്കെ ഇത് പറയുമ്പോൾ സത്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്തൊക്കെയോ അച്ചീവ് ചെയ്തേ. ഒരിക്കലും അഹങ്കാരമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും സന്തോഷം കൊണ്ടാണ്, അത്രയ്ക്ക് സന്തോഷം കൊണ്ടാണ് ഇവർ ഓരോരുത്തരും മെസ്സേജ് അയച്ചു. ഈ കഴിഞ്ഞ ഒരു എന്റെ ലൈഫിൽ ഈ ഒരു PSC പഠിപ്പിക്കാൻ ഇറങ്ങിയതിനു ശേഷം ഇത്രയേറെ സന്തോഷം തോന്നിയ 2 ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. വിബിയേട്ടനൊക്കെ ഈ പിറകിൽ കാണാം 120ാം റാങ്കാണ് ആലപ്പുഴ. എത്ര ക്ലാസ്സുകൾ ഹെഡ്സെറ്റ് വെച്ച് ബൈക്കിൽ പോയിട്ട് വിബിയേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കമന്റ് ചെയ്യും. പക്ഷെ ഞാൻ ബൈക്ക് ഓടിക്കാന്ന്. എനിക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞ വിബിയേട്ടൻ ഓർക്കുന്നൊന്നും എനിക്കറിയില്ല. എപ്പോഴും പറയും ആലപ്പുഴയ്ക്ക് വരണം, നമുക്ക് കാണണം എന്നൊക്കെ. ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ പലപ്പോഴും പറയും, അല്ല മനുഷ്യ നിങ്ങൾ വണ്ടി ഒന്ന് നിർത്തുക, അല്ലെങ്കിൽ പണിക്ക് പോകടാ. ജീവിതത്തിൽ ജോലി ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ, സാദിഖാക്കനെ കുറിച്ച് പറഞ്ഞല്ലോ, സാദിഖാക്ക ഒരു ഫുട്വെയറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അളിയൻ അങ്ങനെ പറയാലോ. അദ്ദേഹം ആ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ കമന്റ് ചെയ്തിട്ട് എന്ത് രസമായിട്ടാണ് പഠിച്ചിരുന്നത് അറിയോ. ഡെയിലി ജോലിക്ക് പോകും. ജോലി സമയത്ത് അപ്പം ട്രാവൽ ചെയ്യുന്ന ആളുകള് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഡെലിവറി ബോയ് ആയിട്ടുള്ള 2-3 പേര് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ എല്ലാവരെയും പേര് വിട്ടു അല്ലെങ്കിൽ എല്ലാവരും ഓർക്കാത്തതിൽ ക്ഷമിക്കണേ. കാരണം ഞാനിത് വൈകാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അമ്പിളി ചേച്ചി 155 റാങ്കാണ്. അമ്പിളി ചേച്ചിയെ കുറിച്ചൊക്കെ ഞാൻ എന്താ പറയാ നിങ്ങളോട്. അത്രയ്ക്കും പ്രയാസമുള്ള ജീവിതത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, അപ്പൊ ഓരോരുത്തരുടെ വ്യക്തി ജീവിതം ഞാൻ ഷെയർ ചെയ്യല്ല, എന്നാലും പറയാം, അത്രയ്ക്കും പ്രയാസമുള്ള ഒരുപാട് വീട്ടമ്മമാര്, ചേച്ചിമാര് ഇത് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അമ്പിളി ചേച്ചി രാവിലെ മുതൽ രാത്രി വരെ പറന്ന് നടക്കുക. എല്ലാ ടെലഗ്രാം ഗ്രൂപ്പിലും എല്ലാ യൂട്യൂബ് ചാനലും കണ്ട് പഠിച്ച് ഒരിക്കലും ഞാൻ ചോദിച്ചു, അമ്പിളി ചേച്ചി നിങ്ങൾ കുമ്പിടിയാണോ ചോദിച്ചിരുന്നത്. പിന്നെ ഒരിക്കലും വിളിച്ചപ്പോൾ അമ്പിളി ചേച്ചി വൈകാരിക സംസാരിച്ച് ഞാൻ തന്നെ നിലവിളിച്ചു പോയി. കാരണം സാറെ നിവൃത്തിയില്ലാട്ടാണ്, എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് എന്നോട് പറഞ്ഞു. കാരണം ഞാൻ വേറൊരു കാര്യത്തിൽ അമ്പിളി ചേച്ചി വിളിച്ചപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, വേറൊരു കാര്യത്തിലായിരുന്നു. അപ്പം ചേച്ചിയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അത്രയ്ക്കും കഷ്ടപ്പാടിന് നടുവിൽ നിന്നുകൊണ്ട് ഇവർക്കൊക്കെ നാളെ ജോലി കിട്ടുമോ, എത്ര പെട്ടെന്ന് കിട്ടുമോ, അതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ
ഇവർ ഈ നേട്ടം നേടിയപ്പം ഒരുപക്ഷെ ഇവരെക്കാൾ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും എനിക്ക് കഥകൾ പറയാനുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇത് അക്ഷയമോള് 146 റാങ്കാണ്. ഇടുക്കിയില് ഷാനിഫ 156 റാങ്കാണ്. ഷാനിഫിനൊക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് നോക്കൂ, 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ പൊടിപ്പും തൊങ്ങലുമുള്ള കോഡുകൾ ഇന്നൊരു പക്ഷെ എനിക്കറിയില്ല. ഈ പറയുന്ന ഷാനിഫയ്ക്ക് അറിയുന്ന കോഡുകൾ മൊത്തം ഷാനിഫ് ഒരു ബുക്ക് ആക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കോഡുകൾ ഒരുപക്ഷെ എനിക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ഷാനിഫയോട് പറയാറുണ്ട്, തമാശക്ക് ഞങ്ങളെ ക്ലാസ്സിൽ അത്രയ്ക്കും രാവിലെ മുതൽ രാത്രി വരെ ഇന്ററാക്ട് ചെയ്ത് പഠിക്കുക. 156 റാങ്കാണ് കൊല്ലം ജില്ലയിൽ. അതിയായ സന്തോഷമാണ്, കഷ്ടപ്പാടിന്റെ ഫലമാണ്. ഇവരൊക്കെ 3ഉം 4ഉം മക്കളുള്ളവരാണ്, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാണ്. എന്നിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്തൊരു 2 or 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റും. ഓരോരുത്തരുടെ ജീവിതം എനിക്കറിയാം. മനീഷ ചേച്ചി, രമ്യ ചേച്ചി, അതുപോലെ തന്നെ അനിത ചേച്ചി, ഇതാ വൈഷ്ണവ്, ഈ പറയുന്ന യൂത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് മിടുക്കരായ കുറച്ച് ആളുകൾ അതിനകത്തുണ്ട്. യൂത്ത് എന്ന് പറയാൻ വൈഷ്ണവ്, ഞാനൊക്കെ യൂത്താണ്, ഞാൻ ഇപ്പോഴും 18 അവരോട് പറയാം. അപ്പൊ അങ്ങനെയുള്ള വൈഷ്ണവിനെ പോലുള്ള ആളുകൾ മലപ്പുറത്താണ്, 179 റാങ്കാണ്. വൈഷ്ണവ് ഒരുപാട് സന്തോഷം. മനീഷ 183 റാങ്കാണ്. എല്ലാവരും ചേച്ചിമാരാണ്, ഞാൻ പേര് വിളിക്കുമ്പോൾ ക്ഷമിക്കണേ. അസ്മാബി താത്ത, അതുപോലെ തന്നെ മൂസിന താത്ത, ഇവരൊക്കെ ഞാൻ മൂസിന എന്നൊക്കെ ക്ലാസ് എടുക്കും വിളിക്കെങ്കിലും ഇപ്പോ എന്താ പറയാ, ഇവരൊക്കെ നമ്മൾ ആ രൂപത്തിലുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അത് ഇവര്, കാരണം ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ വിളിക്കുക. ഷഹീനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ സാറാണ്, നിങ്ങളുടെ ഫിസിക്സിന്റെ സാറ്. എന്റെ സ്വന്തം അനിയനെ പോലെ എനിക്ക് അത്രയും സ്നേഹമുള്ള, നമ്മുടെ ഗ്രൂപ്പിൽ എന്ത് രസമായിട്ടാണ് ഷഹീനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ഒരു ഓളം തന്നെ. ആ ഗ്രൂപ്പിൽ പഠിച്ചൊരു 500 പേരില്ലേ, അവരിത് കാണുന്നില്ല, തീർച്ചയായിട്ടും കമന്റ് ഞാൻ വിചാരിക്കുന്നു. SCRT ക്ലാസ്സുകൾ 9ാം ക്ലാസ് ഒക്കെ ഷഹീൻ എടുത്തു. നോക്കൂ, ഞങ്ങളെ പോലീസ് എന്നാ വിളിക്കുക. ഒരു സല്യൂട്ട് കൊടുക്കട്ടെ. ഞാൻ ഞങ്ങളുടെ ചെക്കൻ ഇതാ പോലീസ് എക്സാം, ഫയർമാന്, ബീറ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോ ഫുൾ ടൈം ആക്റ്റീവായിട്ട് അവൻ പല സോഴ്സ് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിലും അവന്റെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പും ഞങ്ങളുടെ ടീമായിരുന്നു. അവൻ ഇന്നും അത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എത്ര കാലം കഴിഞ്ഞാൽ അവനത് മറക്കയില്ല. ഒരുപാട് സന്തോഷവും സ്നേഹമുണ്ട് ഷൈനെ, നിന്റെ ഈ നേട്ടത്തിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾ എല്ലാവരും. പിന്നെ ഷാമിലി, അതുപോലെ തന്നെ അഞ്ജന മോള്. അഞ്ജനയുടെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ജന വന്ന സമയം തൊട്ട്, യൂണിവേഴ്സിറ്റി എഴുതിയ സമയം തൊട്ട് എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ പെട്ടത് അഞ്ജന. 2 അഞ്ജനമാരുണ്ട്. ഈ സമയത്ത് ഞാൻ എന്റെ ആലപ്പുഴ അഞ്ജന മോളെ ഓർക്കുകയാണ്. ഞാൻ 2 അഞ്ജന മോളെയും, അഞ്ജന ചുവപ്പ്, അഞ്ജന പച്ച എന്ന് വിളിക്കുക. അപ്പൊ ചുവന്ന അഞ്ജനയും പച്ച അഞ്ജനയും, കാരണം ഇവരുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഗ്രീനിലും റെഡിലുമാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുണ്ട്. ആലപ്പുഴ അഞ്ജന LDC റാങ്ക് ലിസ്റ്റിൽ വരാൻ പോവാണ്, അതിനകത്തുണ്ട്. മലപ്പുറത്തെ അഞ്ജന മോള് കല്യാണത്തിനൊക്കെ ഞങ്ങളെയൊക്കെ വിളിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ പലരും പഠനം ഉപേക്ഷിക്കുകയാണ്. അപ്പം കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഇത് പഠിച്ച് അച്ചീവ് ചെയ്ത് ഇപ്പം ആ കുട്ടി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളിൽ പലരും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുടെ അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ നാളത്തെ അഞ്ജനമാരായി മാറണം. ഇവർക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികളുടെ കഥയാ ചുരുക്കി ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആളുകളോട് നിങ്ങളോട് ഷെയർ ചെയ്യാം. അല്ലാതെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ എന്താ പറയാ ഇത് പറയല്ലോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഫാത്തിമ ദിൽന ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പഠിക്കുക. എന്റെ അടുത്ത 6 മാസം ഒരു കൊല്ലത്തെ ബാച്ചിൽ ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിനക്ക് കമ്പനി ബോർഡ് LGS വേണ്ടാലോ, വേരിയസ് LGS കിട്ടില്ലേ, അതൊന്നും വിഷയമല്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി കിട്ടുന്നവരെ പഠിക്കണം. ഈ ഒരു ചിന്തയാണ് ഇവർക്ക് ഓരോരുത്തർക്കുള്ളത്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം. ലിസ്റ്റിൽ വന്നോട്ടെ. ഇപ്പോ തുടക്കകാലത്ത് ഒരു 10 വർഷം മുമ്പൊക്കെ ഞാൻ എഴുതിയ പല ലിസ്റ്റിൽ ഞാൻ വന്നിരുന്നു, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ലിസ്റ്റിലൊന്നും വലിയ കാര്യമില്ല. ഒരുപാട് ലിസ്റ്റിൽ നമ്മൾ വരും, നമുക്ക് ജോലി കിട്ടില്ല. ഷിഹാദിന് എനിക്ക് വലിയ പരിചയം ക്ലാസ് ഇല്ലെങ്കിലും ഷിഹാദ് ഒരുപാട് റെക്കോർഡ് ക്ലാസ് കാണും. ഷിഹാദിന്റെ വാക്കുകളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ. ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ചങ്ങാതി വിളിച്ചാൽ മതി, ഞാൻ അവൻ മാഷ് എന്നൊക്കെ വിളിക്കെങ്കിലും ഞാൻ പറയാം, എന്റെ കൂട്ടുകാരനെ പോലെയാണ്. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ചേട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഷിഹാദിനോട് പറഞ്ഞു, ഹോസ്പിറ്റലായിരുന്നു, ആ പരീക്ഷ അടുപ്പിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ആ സാറിന്റെ റെക്കോർഡ് ക്ലാസ് കംപ്ലീറ്റ് കണ്ടു. പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് നല്ല മാർക്ക് ആയതുകൊണ്ട് ഇവരൊക്കെ കറണ്ട് അഫേഴ്സ് എടുത്തു പറയുന്നത്. 20 മാർക്ക് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച കറണ്ട് അഫേഴ്സ് ആണ്. അതുകൊണ്ടാണ് സജിത ചേച്ചിക്കൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല നമ്മുടെ ഗ്രൂപ്പ് എന്ന് എനിക്കറിയാം. 278 റാങ്ക് തിരുവനന്തപുരത്താണ്. വേറെ ലിസ്റ്റ് ഉണ്ട്, LDC വരാൻ പോവാ. സജിത ചേച്ചിയൊക്കെ LDCയിലുണ്ട്. ഇവരൊക്കെ LDC ലിസ്റ്റിൽ വരാൻ പോകുന്നവരാ. എത്ര സമയമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചെലവാക്കിയത്. ഞാനിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് സ്പീഡിലാണ് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സജിത ചേച്ചിയുടെ ഒക്കെ. അപ്പം ഈ പറയുന്ന രൂപത്തിൽ വലിയ മക്കളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, പല ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവരൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ ജോലി നേടാൻ കാണിച്ച ആ ഒരു ഊർജ്ജമുണ്ട്. അത് തന്നെയാണടാ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഊർജ്ജം. ഇനിയുള്ള നാളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോരുത്തരെ കുറിച്ച് ഞാൻ പറഞ്ഞുള്ള വീഡിയോ ഇപ്പം തന്നെ നീണ്ടുപോയിട്ടുണ്ട്. റിസ്വാന 280 റാങ്ക്, അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച നമ്മുടെ ഗ്രൂപ്പിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിരുന്ന 2 ആളുകളാണ് ഷഫിനെയും റിസ്വാനെയൊക്കെ. ഇവരുടെയൊക്കെ കഥകൾ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാമിൽ ഒന്ന് വരിക. ബിനിത മലപ്പുറത്ത് 298 റാങ്കാണ്. നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഞാൻ റാങ്ക് പറയാത്തത്. നഫീസത്ത് എന്ന് പറഞ്ഞ ഒരു പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ആർക്കും അറിയില്ല, അമനാണ് അമൻ.
അവന്റെ കമന്റുകൾ, അവന്റെ കൗണ്ടറുകൾ, എന്നോടുള്ള തർക്കങ്ങൾ എന്ത് രസമായിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര ഗ്രൂപ്പുകൾ, എന്തെല്ലാം രാത്തും പകലും PDF വായിച്ച് പഠിച്ച് ഒരു എക്സാം ഒഴിവാക്കാതെ എഴുതി. 6 മാസത്തോളം ഞാൻ എല്ലാ ദിവസവും എക്സാം കൊടുത്തു. ആ എക്സാമുകളൊക്കെ എഴുതി നിരന്തരം പ്രാക്ടീസ് ചെയ്ത് എല്ലാ എക്സാമിലും ഈ ടോപ്പ് 30 വന്ന ആളുകളൊക്കെ റാങ്ക് ലിസ്റ്റിലുണ്ട്. നോക്കൂ, 500 ചിലാണ് ആളുകൾ. ഞാൻ ഈ പറഞ്ഞത് മെയിൻ ലിസ്റ്റിലാണ് 116 പേര്. അതൊരു ചെറിയ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് ഹസീന താത്തയൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-2.5 വർഷമായി ഞങ്ങളുടെ ഗ്രൂപ്പിലാണ്. 476 റാങ്ക്. ജോലി കിട്ടുമോ ഇല്ലയോ എന്നതിലല്ല പ്രസക്തി. മിക്കവാറും മലപ്പുറം ജില്ല ആയതുകൊണ്ട് 3 വർഷം കൊണ്ട് ജോലി കിട്ടും. എന്നാലും ഞാൻ പറയാലോ, അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് 2 വർഷം പഠിച്ച് ഫുൾ ടൈം ആക്റ്റീവായിട്ട്. ഞാൻ ചോദിക്കുമല്ലേ, നിങ്ങൾക്കൊന്നും ഒരു പണിയില്ലേ? ഏത് സമയത്ത് ഇവിടെയാണല്ലോ. ഇവരോടൊക്കെ പറയും, പല ആപ്പുകളിലും പല യൂട്യൂബ് ചാനൽ ഞാൻ തന്നെ പറയാറുണ്ട് പലപ്പോഴും, അവിടെയൊക്കെ പോയി പഠിച്ചോ. പക്ഷെ അതൊന്നും ഇല്ല എന്ന് പറയും, ഇവിടെ തന്നെ നിന്ന് പഠിച്ചു. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എന്നോട് കാണിച്ച വിശ്വാസം, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര സന്തോഷമാണോ, ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് കൈതട്ടിപ്പോയാണ്. ഞങ്ങളുടെ സ്വന്തം KK എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റർ, പല പോസ്റ്ററൊക്കെ ഡിസൈനിങ് മാറ്റമുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. KK, ഞാൻ ഈ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട KK എന്ന് പറയാലോ. എനിക്ക് എന്റെ സ്വന്തം അനിയനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം അനിയനാണ്, എന്നെ പോലെയല്ല, അങ്ങനെയാണ് കൃഷ്ണകുമാർ. അവൻ പാലക്കാടാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലത്ത് ചെയ്തിട്ടുണ്ട് അത് ഇവനോട്ട് മാത്രമായിരിക്കും. അത്രയ്ക്കും എനിക്ക് ഇഷ്ടവും സ്നേഹവും ബഹുമാനമുള്ള കൃഷ്ണകുമാർ ഇന്നൊരു അധ്യാപകൻ കൂടിയാണ് PSC രംഗത്ത്. നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലാസ്സുകളൊക്കെ, കൃഷ്ണകുമാറിന്റെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലും വരും. അപ്പൊ അത്രയ്ക്കും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് ലിസ്റ്റുകളുണ്ട്. ഇനി ആ ലിസ്റ്റുകളൊക്കെ വരാൻ പോവുകയാണ്. 336 റാങ്ക്. ഉറപ്പായിട്ട് ജോലി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. KKക്കും അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ദിവ്യ ലക്ഷ്മി, ധന്യ ചേച്ചിയോട് ഞാൻ തമാശ പറഞ്ഞു. ധന്യ ചേച്ചി ഇത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള ഫോട്ടോ ആണ് ചോദിച്ചു. ധന്യ ചേച്ചി അത്യാവശ്യം എന്റെ കൂടെ മുതിർന്ന ആളാണ്. അപ്പൊ ഞാൻ തമാശ ചോദിച്ചാണ്. ധന്യ ചേച്ചിക്ക് ഒരു 2 വർഷമായിട്ട് എനിക്ക് അറിയാം. രാത്രി 12 മണിക്കും 11 മണിക്കും ഒക്കെ ഇരുന്ന് ധന്യ ചേച്ചിയൊക്കെ പഠിക്കും. മക്കളെയൊക്കെ ഉള്ള ആളുകൾ, ഇവർക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങളും വലിയ മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇവരുടെയൊക്കെ നേട്ടമാണ് സത്യത്തില് ജിറ്റി മിസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം, മലയാളത്തിന് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിരുന്നു. മിസ്സിന്റെ ക്ലാസ്സുകൾ ഇനി ഫ്യൂച്ചറിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയും കഷ്ടപ്പെട്ട് ഈ പറയുന്ന പ്രായമൊക്കെ അവസാനിക്കാറായ ഒരു പീരീഡിലും PSC രംഗത്തേക്ക് വന്ന് മിസ് പലപ്പോഴും പറയാറുണ്ട്, മിസ്സിനെ അറിയുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയാം, വേറൊരു ചാനലിലും പോവാതെ, വേറൊരു ടെലഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് ആപ്പുകളോ എടുക്കാതെ ഫുൾ ടൈം സ്ട്രൈക്കർ എന്നൊരു ചിന്ത മാത്രമായിരുന്നു. ഉറപ്പായിട്ടും മലപ്പുറം ജില്ലയിലാണ് 380 ഇതുവരെയുള്ള ചരിത്രം വെച്ചിട്ട് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞൊക്കെ ആയിരിക്കുന്ന സമയത്തും ഫുൾ ടൈം ഈ ചാറ്റ് ചെയ്ത് കമന്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഒരു എടുത്തുകാരേണ്ട കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു മിസ്സിന്റെ കൗണ്ടർ, മിസ്സിന്റെ കോമഡി എന്നൊക്കെ പറയാം. മിസ്സിനെ പഠിക്കാൻ പറയുന്ന ട്രിക്കുകളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയേറെ എഫക്റ്റീവ് ആയിരുന്നു. മിസ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വേളയിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരു ടീമായി പഠിച്ചു. രജിന, കണ്ണൂരാണ്, 399 റാങ്ക്. ഫുൾ ടൈം ആക്റ്റീവായി പഠിക്കുന്ന ഞങ്ങളുടെ ഒരു മെമ്പർ ആയിരുന്നു. രജിനക്കും അഭിനന്ദനങ്ങൾ. ആഷ്ലി, എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. 435. ഷീന ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണ്, 873 റാങ്ക്. നല്ല റാങ്കാണ്. ട്രിവാൻഡ്രത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ പറയുന്ന റൊട്ടേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്കും പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അശ്വതിയെ കുറിച്ച് ഞാൻ രസകരമായ ഒരു കാര്യം അശ്വതി പോലും അറിയാതെ ഇന്നലെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. ആദ്യമായിട്ട് പരീക്ഷ എഴുതാന്ന് പറഞ്ഞു. മാഷേ, ഞാൻ അങ്ങനെയാണ് എനിക്ക് റാങ്ക് കിട്ടിയത്. 552 റാങ്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ ഷാഹിദ ടീച്ചർ, കോഴിക്കോടാണ്. ഈ പറയുന്ന ഒരുപാട് എന്നെക്കാട്ടും മുതിർന്ന, ഇല്ലെങ്കിൽ ഇനി PSC എഴുതാൻ പറ്റില്ല എന്നൊരു വേളയിൽ നിൽക്കുന്ന ഒരുപാട് താത്തമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പഠിച്ചത്. അങ്ങനെ നല്ലൊരു റാങ്ക്, 493 റാങ്ക്. ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും ആക്റ്റീവായിട്ട് എല്ലാ റാങ്കിലും മുമ്പിലെത്തുന്ന ആളാണ്. പക്ഷെ ആ ദിവസം നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, ചില ദിവസങ്ങളിൽ നമുക്ക് പരീക്ഷകൾ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ ആയിരിക്കാം ചിലർക്കൊക്കെ. 508 റാങ്ക് ഷിജേച്ചി. ഞാൻ എത്രയൊക്കെ പഠിച്ചാലും പരീക്ഷകൾ പോകുമ്പോൾ എന്തെങ്കിലും എന്നെ ആ ദിവസം എന്നെ മാനസികമായിട്ട് അലട്ടുന്നുണ്ടെങ്കിൽ എനിക്കത് എഫക്ട് ചെയ്യും. അങ്ങനെയൊക്കെ പലരും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ റാങ്ക് എത്തിപ്പെടാതെ പോയവരുണ്ട്. അവർ അടുത്ത പരീക്ഷ നേടിയിരിക്കും, ഉറപ്പാണ് അവർ നേടിയിരിക്കും. ഇനി നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസും അവരുടെ വിശേഷങ്ങളൊക്കെ ഇനിയും വരാണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ എല്ലാം ഷെയർ ചെയ്യും. കാരണം മെസ്സേജ് ഇനിയും ഞാൻ ഒരു 100-500 മെസ്സേജ് ഇവർക്ക് റാങ്ക് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. എന്നോട് ക്ഷമിക്കണം. ഒരുപാട് പേര് ഇപ്പം 95 റാങ്ക്, 69 റാങ്ക് കിട്ടിയ ഒരാളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടില്ല. അവരുടെയൊക്കെ റാങ്ക് വരും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ 116 പേരുടെ റാങ്ക് ഇവിടെ ഇപ്പം കാണിച്ചാൽ 1 മണിക്കൂറിലധികമാകും. ഇപ്പൊ തന്നെ വീഡിയോ നീണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഇത് കാണില്ല, കേൾക്കില്ല, ഇത്ര നേരം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കുറച്ച് വിശേഷങ്ങൾ പറയാം. ഇപ്പോ നിങ്ങൾക്ക് എന്റെ പിറകിൽ കാണാം വിമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരീക്ഷ ചെയ്ത സമയത്ത്
എൻ്റെ ജീവിതത്തിൽ എന്നെ അത്രയേറെ സ്വാധീനിച്ച കുറച്ച് വ്യക്തികളുള്ളൂ. അതിലൊരാളാണ് വിമൽ. അപ്പൊ വിമൽ അണ്ണാച്ചി എന്നാണ് ഞാൻ വിളിക്കുക. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജ് യൂണിയന്റെ ചെയർമാനൊക്കെ ആയിരുന്നു. അന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടന്ന സമയത്തും എനിക്ക് ഒരുപാട് ബന്ധങ്ങളും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും അന്നും ഇന്നും എന്നോട് ഭയങ്കരമായ ഒരു ആത്മാർത്ഥത എനിക്കുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്ത. വിമലിനെ കുറിച്ച് എനിക്ക് വേറെ ഒരു കാര്യം അറിയില്ല. വിമലും ഞാൻ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളോ വിളിയോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 2-3 മാസം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം അവന്റെ റാങ്ക് ഞാൻ ഇങ്ങനെ ഇംബിറ്റസിൽ കണ്ടു. അജാ സാറോട് ഞാനിത് പറയാൻ കാരണം മറ്റൊരു സ്ഥാപനത്തിന്റെ പെർമിഷനിലാണ് ഞാൻ വെക്കുകയാണ്. ഇത് കാണുന്ന അദ്ദേഹത്തിന്റെ കുട്ടികൾ അല്ലെങ്കിൽ അദ്ദേഹം കാണുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഒരുപാട് കുട്ടികളെ വിട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത്. അതിന്റെ ഒരു പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല. ആ സാറിന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ഞാൻ 2-3 തവണ മാത്രമേ അജാ സാറെ വിളിച്ചുള്ളൂ. ഒരു അടിപൊളി വ്യക്തിയാണെന്നാണ് എനിക്ക് ആ വിളിയോട് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല. അപ്പൊ അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് PSC പരീക്ഷ എഴുതാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും ഡിഗ്രി നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അല്ല 1.5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു വിളിച്ചിരുന്നു. ഇപ്പൊ അതൊക്കെ പൂർത്തിയാക്കി ഇനി ഞാൻ ഡിഗ്രി എക്സാമുകളൊക്കെ എഴുതാൻ പോകണം. അത് വേറെ വിഷയം. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. എന്റെ കഥ പറയാം. അപ്പോ എല്ലാം കംപ്ലീറ്റ് ആയി. പക്ഷെ അന്ന് സാറോട് ഞാൻ ഇങ്ങനെ LLBയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതിന് എന്റെ കയ്യിൽ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് സാറ് കുറച്ച് സജഷൻ എനിക്ക് പറഞ്ഞു. ഒരു പരിചയമില്ല ആ മനുഷ്യൻ എന്നെ അന്ന് ഒരുപാട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് എന്നോട് ക്ഷമിക്കണം. സാറിന്റെ പെർമിഷനോ സാറിന്റെ സ്ഥാപനത്തിന്റെ വെക്കാൻ കാരണം വിമൽ എന്നോട് പറഞ്ഞു എടാ ഷഹനാദ് നീ എന്റെ ഫോട്ടോ വെക്കണം നിന്റെ ഗ്രൂപ്പില് നീ വെക്കെന്ന് പറഞ്ഞു എന്നോട്. അവന്റെ സ്ട്രൈക്കർ കോച്ചിങ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അളിയാണ് തന്നെ വിളിച്ചത്. കാരണം എനിക്ക് ഒരുപാട് പിള്ളേര് ഫോട്ടോസ് ഇതൊക്കെ അയച്ചു തന്നു യൂട്യൂബ് കണ്ടിട്ട്. ഞാൻ അവരുടെ ഒന്നും വെച്ചില്ല. കാരണം അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു 10, 200, 250 ഫോട്ടോസ് ഒക്കെ എനിക്ക് വെക്കാനുണ്ടാവും. അപ്പൊ അത്രയും പേരൊക്കെ വെച്ച് ഇതൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ പ്രയാസം നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് സ്റ്റാഫുള്ള സ്ഥാപനങ്ങളാണ് ഇവരൊക്കെ. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പച്ച, നീല, ചുവന്ന ആപ്പുകൾ. ഈ ആപ്പുകളെ കുറിച്ചൊക്കെ പറയുമ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഒരു സാറുണ്ടാവും. ഒരുപക്ഷെ സുജയ് സാർ. പേര് പറയുമ്പം സാർ ഒരുപക്ഷെ കേക്കോ കാണുമെന്ന് പോലും എനിക്കില്ല. സാറിന്റെ കുട്ടികളെങ്കിലും കേക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടക്ക സമയത്ത് PSCയിലേക്ക് വന്ന സമയത്ത് ഞാൻ ചെറിയൊരു 5 മിനിറ്റ് എൻ്റെ ഒരു കഥ പറയാം. നിങ്ങൾ ആരെങ്കിലും കേൾക്കുവാണെങ്കിൽ കേൾക്കാം. വന്ന സമയത്ത് ഇപ്പൊ ഞാനത് ഓർക്കാൻ കാരണം എനിക്ക് അത്രയും സന്തോഷമുള്ളതുകൊണ്ടാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് ആ കഥയായിട്ട് ബന്ധമുള്ള ആളല്ല. അതെനിക്ക് അത്രയേറെ മറക്കാൻ പറ്റാത്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ മരണം വരെ ഞാൻ ഓർക്കുന്ന എൻ്റെ വിവേട്ടനാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോ വിവേട്ടനേക്കാൾ മുമ്പ് ഞാൻ PSCയിലേക്ക് വന്ന സമയത്ത് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ അന്നൊരു 10 വർഷം മുമ്പാ പ്രമുഖമായിട്ടുള്ള ഇന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടുള്ള സാറാണ് സുജയ് സാർ. സുജയ് സാർ ഇങ്ങനെ കത്തി നിൽക്കുക ഒരുപാട് പരീക്ഷകൾ എഴുതി. അപ്പൊ സാറിന്റെ ഈ അടുത്തുള്ള ഒരു വോയിസ് ഞാൻ കേട്ടു. അവിചാരിതമായി കേട്ടതാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാം. ഞാൻ സാറിന്റെ ക്ലാസ് ഒന്നും കാണാറില്ല. കാരണം നമുക്ക് ഓരോ ഇഷ്ടമുണ്ടല്ലോ. എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ട ക്ലാസ് സാറിന്റെ ഒപ്പം തന്നെയുള്ള പ്രദീപ് സാറിന്റെ ക്ലാസ് ആണ്. ഞാൻ യൂട്യൂബിൽ ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ ആകെ കണ്ട PSC അധ്യാപകന്റെ ക്ലാസ് അത് പ്രദീപ് സാറിന്റെ ക്ലാസ് ആണ്. സാറും ഇത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് എന്റെ ഗുരുക്കന്മാരെ പോലെ കാണുന്ന മൻസൂർ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ നേരിട്ട് കാണുകയും അവരോടൊക്കെ ചെറിയ രൂപത്തിലാണെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ മുമ്പ് പറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രദീപ് സാർ എന്തെങ്കിലും കാണണം, ഒന്ന് കെട്ടിപ്പിടിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരിക്കലും എന്റെ കൂട്ടുകാരൻ വിഷ്ണു വത്സൻ ഇങ്ങനെ പോലീസിന്റെ ലിസ്റ്റിലൊക്കെ വന്ന സമയത്ത് ഫുൾ ടൈം സാറായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അവനിങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ ഈ മാഷ കുപ്പായാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനലൊക്കെ കൊണ്ട് നടന്നിട്ടല്ലേ ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഞാൻ വെറും പഠിച്ചത്. ഞാൻ എന്നോ ലിസ്റ്റിൽ വന്നേനെ, ഞാൻ എന്നോ ജോലി കിട്ടിയേനെ. അപ്പൊ എനിക്ക് പ്രദീപ് സാറിനൊന്നും കാണാനല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. അപ്പം ഞാൻ സാറിന്റെ ക്ലാസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം എനിക്ക് അത് ഇഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കുന്നത്. രഞ്ജിത് സാറ് ഇംഗ്ലീഷിന്റെ ക്ലാസ് കാണാനില്ല. അതല്ലാതെ അപ്പൊ അങ്ങനെ ഒരുപാട് സാറുമാരെ നമുക്ക് അറിയുന്ന ആളുകളുണ്ട് കേരളത്തിൽ. അപ്പോ പക്ഷെ സുജയ് സാറിന്റെ ആ ഒരു ജീവിതം എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ. സാർ അറിയണ്ടാവില്ല. സാറ് എന്റെ പുസ്തകം സാർ SCERTക്ക് വേണ്ടി ഇറക്കിയ പുസ്തകം കേരളത്തിൽ ഉണ്ടായുള്ള ഒരു ഓളം വേറെ ഉണ്ടായിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. അങ്ങനെ ആ സമയം തൊട്ട് വർഷങ്ങൾക്ക് മുമ്പ് സാർ ഇങ്ങനെ ബാലുശ്ശേരി കൊയിലാണ്ടി ആ മേഖലയിലേക്ക് നിൽക്കുന്ന സമയത്ത് അത് കണ്ടിട്ടാണ് ശരിക്കും ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. നമുക്കും ഇങ്ങനെയൊക്കെ ഒരു അധ്യാപകനാവാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ സ്വപ്നം കണ്ട് ഈ വഴിയിലൂടെ വന്നത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതൊരു കുറുക്ക് വഴിയാണോ, എന്തോ തെറ്റായ കാര്യമൊന്നുമല്ല. ഞാൻ ഈ പഠിപ്പിക്കുന്നത് കുറച്ച് എന്റെ പോരായ്മകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അത് ഒരുപാട് ആളുകൾക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒന്നുമില്ലെങ്കിലും ഇത്രയും കുടുംബാംഗങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് അങ്ങനെ വന്നത്. പക്ഷെ അപ്പോഴും എനിക്കുള്ള ഊർജ്ജം എന്ന് സാറൊക്കെ. അപ്പൊ സാറിന് പറയാൻ കാരണം സാറ് കഴിഞ്ഞ ഒരു വാക്ക് പറഞ്ഞു കേട്ടു. ഒന്നുകിൽ നിങ്ങൾ ഏറ്റവും സക്സസ് ആയി വിജയിച്ച ആളുകളെ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റ് പരാജയപ്പെട്ട ആളുകളെ ഫോളോ ചെയ്യുക. അങ്ങനെ എന്തോ സാറ് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. ശരിക്കും ഞാൻ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരുപാട് പരീക്ഷകൾ എഴുതി. ഈ ചിത്രത്തിൽ കാണുന്ന സമയത്ത് അതിലൊക്കെ മുമ്പാണ്. ഇതൊരു 8 വർഷം മുമ്പുള്ള ഫോട്ടോ ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്നെ കാണാം. ഈ ഇരിക്കുന്ന വെള്ള ഷർട്ടിട്ട ആളാണ്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ തന്നെയാണ്. അന്ന് ഒരിക്കൽ ക്ലാസ് എടുത്തിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ് 8 വർഷം മുമ്പാണ്. അവിടെ ഓഫ്ലൈനിൽ ഒരു ക്ലാസ് എടുത്ത് ഹിസ്റ്ററി ഏതോ ഭരണഘടന ആയിരിക്കും.
അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പം സായൂജ് ഉണ്ട്, സനൂപ് ഉണ്ട്, ഇവരൊക്കെ എനിക്ക് അന്ന് വേറെ അന്നും ഇന്നൊക്കെ പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇവരൊന്നും ഒരു കോണ്ടാക്ട് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് PSC-യുമായി ബന്ധപ്പെട്ടൊരു നേട്ടം നേടിയപ്പോൾ വല്ലാതെ ഇവരെയൊക്കെ മിസ് ചെയ്തു, അല്ലെങ്കിൽ എന്താ പറയാ വന്ന വഴികൾ ആലോചിച്ചു പോയി. അതുകൊണ്ടാണ് വിബേട്ട ഒരുപാട് നന്ദി. ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടൊന്നും അല്ല, കുറച്ച് പേരുടെ മനസ്സിൽ ഞാൻ ഉണ്ടെങ്കിൽ, ഞാൻ അറിയുന്നുണ്ടെങ്കിൽ, എന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങൾ മാത്രമാണ് മനുഷ്യ. നിങ്ങൾ മാത്രമല്ല, മഹേഷ് ഏട്ടനെ ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്. അങ്ങനെ 2 3 പേര് മാത്രമാണ്. പിന്നെ ഞാൻ ഓർക്കുകയും പറയാൻ ആഗ്രഹിക്കാത്ത എൻ്റെ ഒരു സുഹൃത്ത്, പറഞ്ഞാൽ കുറച്ച് ക്ലീശയായി പോകും. കഥ പറയുമ്പോൾ സിനിമയിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ ആയി പോകും. ഇന്നലെ LGSന്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയ സമയത്ത് ഞാൻ അവന്റെ റാങ്ക് കണ്ടു. എനിക്ക് അറിയാമായിരുന്നു അവൻ പഠിച്ചതും, അവൻ പഠിക്കുന്നുണ്ട്, അവൻ റാങ്ക് കിട്ടും, മാർക്ക് കിട്ടും എന്നൊക്കെ. ഒരുപാട് സന്തോഷം. കാരണം 10 13 14 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ PSC-യെ ഇഷ്ടമല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഇതൊക്കെ പറഞ്ഞു, ഇയാളെ കഥ എന്താ പറയും. ഞാൻ പറയും, തീർച്ചയായിട്ടും പറയും. PSC പരീക്ഷ ഒരു സർക്കാർ ഓഫീസിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കൊരു 10 30,000 40,000 രൂപയ്ക്ക് അങ്ങനെ ജോലി ചെയ്യുന്നതിന് പകരം കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഞാൻ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്കൊരു ഓഫീസിന്റെ ആ ഒരു പ്രശ്നം ചിലർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്റെ കൂട്ടുകാരൻ അങ്ങനെ ആയിരുന്നില്ല. അവൻ എന്റെ കൂടെ, അവന്റെ പേര് അന്നും ഇന്നൊക്കെ എന്റെ ഫോണിൽ നീൽ എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് സേവ് ആക്കിയിട്ടത്. നീല് പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ഞങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നമല്ലെങ്കിലും എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഇപ്പോൾ ഞാനായിട്ടൊരു ബന്ധമില്ല. പക്ഷെ എന്തെങ്കിലും അവർ ഈ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയില്ല. കണ്ടാലും ഇല്ലെങ്കിലും ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും സന്തോഷം ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അവന് ആ റാങ്ക് ലിസ്റ്റിൽ വന്ന് അവന് ജോലി കിട്ടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടട്ടെ, അത് മാത്രമാണ്. അപ്പം അവൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ ഓർക്കുകയാണ്. കാരണം PSC-യിലേക്ക് നീ PSC പഠിപ്പിച്ചോ, നീ നന്നായിട്ട് പ്രസംഗിക്കുമല്ലോ, നീ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറയല്ലോ. ഞാനൊരു രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തിയ ആളായിരുന്നു. അപ്പൊ അത് നീ ക്ലാസ് റൂമിൽ കയറി പറ എന്ന് പറഞ്ഞിട്ട് ഒരു 10 വർഷം മുമ്പായിരിക്കാം. അങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ഇതിലേക്കൊക്കെ വരുന്നത്. തുടക്ക സമയത്ത് എന്നെ ഉന്തി ഇട്ട അവനിപ്പം കൂടെ ഇല്ല, പോട്ടെ. അപ്പോ ഞാൻ കഥ പറയുമ്പോൾ മമ്മൂട്ടിയായി പോകും. അതുകൊണ്ട് കാതിൽ കടുക്കനിട്ട ബാലന്റെ കഥയൊന്നും പറയുന്നില്ല. അവൻ എന്നോട് ഏതെങ്കിലും കാലത്ത് ദേഷ്യം മാറുമ്പോൾ, അല്ലെങ്കിൽ അവന് മനസ്സിലാക്കി മതി എനിക്ക് അവനോട് ഒന്നുമില്ല, മനസ്സിലൊന്നുമില്ല, പോട്ടെ. അപ്പൊ അത് നമുക്ക് പറയാം. അപ്പൊ അവനും റാങ്ക് ലിസ്റ്റ് വന്നു, പേര് ഞാൻ പറയുന്നില്ല. ഒരുപാട് സന്തോഷം. ഈ കാണുന്ന ഒരു യാത്ര അന്നൊക്കെ അവിടുന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്രയിൽ നിന്ന് എത്തി നിൽക്കുമ്പോൾ ഇത്രയേറെ ആളുകൾ എന്നെ കഴിഞ്ഞ 2 ദിവസം വിളിക്കുകയും സംസാരിക്കുകയും, ഞാൻ തുടങ്ങിയ ചെറിയൊരു ഗ്രൂപ്പ് ഇത്രയ്ക്കും ഒരു എഫക്റ്റ്, ഒരു ഓളം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളോട്, കാരണം ഞാൻ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, ഈ ക്യാമറക്ക് മുമ്പ് നിന്നാണ്, നിങ്ങളോട് പറയണ തോന്നി. ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാവും, നിങ്ങൾ ഇത് വെച്ചിട്ട് എന്നെ വിലയിരുത്തി എന്റെ മാർക്കറ്റ് അങ്ങോട്ട് ഇടിഞ്ഞോട്ട് എന്താപ്പോ. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. ഞാൻ എന്റെ കുടുംബാംഗങ്ങൾ ഇവർക്കറിയാം, 500 1000 പേര് ഗ്രൂപ്പിലിടാകുമ്പോൾ ഞാൻ പച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ്. യൂട്യൂബിൽ വന്നത് പറയാത്തത്, യൂട്യൂബിൽ ഈ നെഗറ്റീവ് കമന്റ് വായിക്കാൻ പറ്റാത്തതുകൊണ്ട്. വായിക്കാൻ പറ്റില്ല, നെഗറ്റീവ് ഇട്ടോ. നിങ്ങൾ നെഗറ്റീവ് ഇട്ടോ എനിക്ക് റീച്ച് കൂടും, നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ച് റീച്ച് കൂടും, അത് വേറെ വിഷയം. അപ്പോ അങ്ങനെയുള്ള ഈ ഗുരുക്കന്മാർ കേരളത്തിലെ PSC-യിൽ ഞാൻ ഒരുപാട് സാറുമാരെ വിട്ടുപോയിട്ടോ. ബോബി സാറ്, വിപിയേട്ടനെ പറയുമ്പോൾ ഒരു പക്ഷേ ഇത് കാണുന്നുണ്ടാവും. അവിടെ തന്നെ ഞാൻ ആദ്യമായിട്ട് പടി കയറിപ്പോയ ഒരു പ്രമുഖ സ്ഥാപനമുണ്ട്, സുഹിത്ത് മാഷെ. ഒരുപാട് സ്നേഹമുണ്ട്. മാഷും ഞാൻ തമ്മിൽ വ്യക്തിബന്ധം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം ഞാൻ PSC എന്നൊരു സാധനം അറിയുന്നത് മാഷിലൂടെയും, മാഷിന്റെ ഒരു ഷെഡായിരുന്നു അന്ന്. ഇപ്പൊ മാഷ് ഒരുപാട് അത്രയും ഉയരത്തിലെത്തിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ മാഷിനെ പോലെയുള്ള ആളുകളെ ഒന്നും ഞാൻ മറന്നിട്ടല്ല. ഒരുപാട് പേര് എണ്ണി പറഞ്ഞാൽ തീരില്ല. എന്നെ ലക്ഷ്യം കാണാൻ പഠിപ്പിച്ച എയിമും, എന്നെ ഞാനാക്കിയ എന്റെ വിന്നേഴ്സും, അത് ഞാൻ പറയും ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ഈ 2 സ്ഥാപനങ്ങളും അവിടെ ഉണ്ട്. 2 സ്ഥാപനങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് അവർക്കൊരു പ്രയാസമില്ല, എനിക്കൊരു പ്രയാസമില്ല. കാരണം ഇവരായിട്ടൊന്നും ഇപ്പൊ എനിക്കൊരു കോണ്ടാക്ട് ഇല്ല. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം എല്ലാവരോടും. അപ്പൊ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി എന്റെ കഥകൾ, ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇത്രയും ഈ പിള്ളേർക്ക് എങ്ങനെ പഠിപ്പിച്ചു. നിങ്ങൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന് തീർച്ചയായിട്ടും യൂട്യൂബിൽ 6 മാസത്തിലധികം. അപ്പൊ ഒരു കാര്യം പറയട്ടെ, 6 മാസം ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ഡൗട്ടോ, സാറേ 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? കമ്പനി ബോർഡ് LGS എന്നാണ് പരീക്ഷ, അതുവരെ ഞാനോട് ഉണ്ടാവും. അത് ഞാൻ ഒരു വാക്ക് തരാം, അത് യൂട്യൂബ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, ഫ്രീ ആണ്. ഇനി പെയ്ഡ് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇത്രയും കൊല്ലങ്ങളായിട്ട് യൂട്യൂബ് എടുത്ത് ഫ്രീ ആയിട്ടാണ്. ഇനിയും അങ്ങനെ ഒരു ആപ്പോ കീപ്പോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കുറച്ച് പേർക്ക് ഒരു മെന്റർഷിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഒരു പെയ്ഡ് തുടങ്ങുന്നത്. അത് നമ്മൾ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട്, ഇതുപോലെ ഇപ്പൊ 500 ചില ആളുകൾ ഗ്രൂപ്പ് തുടങ്ങിയല്ലോ, അതിൽ നാളെ 116 പേർക്ക് റിസൾട്ട് വന്നത്. അപ്പൊ ആ 500 ചില പേരുടെ പോലെ നമ്മൾ അടുത്തൊരു ജനുവരിയിലൊക്കെ ബാച്ച് തുടങ്ങും. അപ്പൊ നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം. നിങ്ങൾ അതുവരെ തൽക്കാലം ജോലിയൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഒരുപാട് പേരുകൾ ഞാൻ വിട്ടു, ഒരുപാട് ആളുകളെ വിട്ടു. ഞാൻ വൈകാരികമായിട്ട് സംസാരിച്ചുകൊണ്ടാണ്, എഡിറ്റ് ചെയ്യാതെ വീഡിയോ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യാണ്. ഞാൻ വളരെ നെർവസ് ആണ് സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ്. അപ്പൊ ശരി, അതിനിടയിൽ ഒരു ചെറിയ ടൈലന്റ് പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം ഷെയർ ചെയ്യാൻ തോന്നിയിട്ടാണ്. ഒരു കഥയാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു രാജ്യത്ത്. ആ രാജാവ് ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. ആ രാജ്യം അയാളുടേതായിരുന്നു. അങ്ങനെ ഒരിക്കൽ അയാൾ അവിചാരിതമായിട്ട്
ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുകയാണ്. നല്ല മിടുക്കനായ ഒരു പോരാളിയായിരുന്നു അയാൾ. അയാൾക്ക് ആ സുഹൃത്തിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ആ രാജ്യത്തേക്ക് അയാൾ ആ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ട് വന്നു. അയാൾ നല്ല അടിപൊളിയാണ്. അയാളെ സമപ്രായക്കാരാണ്. ഒരുപക്ഷെ 1-2 വയസ്സ് രാജാവിനെക്കാട് ഇളയാളായിരിക്കും. അങ്ങനെ ആ രാജ്യത്തെ എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ സുഹൃത്തിന് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ പറ്റുകയാണ്. അപ്പോ ഈ സുഹൃത്ത് തെറ്റിദ്ധരിക്കുകയാണ്. രാജാവ് ഈ സുഹൃത്തിനെ കുറിച്ച് ആ കൊട്ടാരത്തിൽ എല്ലാവരോടും, കാരണം രാജാവിന്റെ ഉള്ളിൽ ആ സുഹൃത്തിനോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സുഹൃത്ത് അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലരും തമാശക്ക് പലതും പറയും. എന്റെ പിള്ളേർക്ക് അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് ചളി എന്ന് വേണമെങ്കിൽ പറഞ്ഞോ തമാശയൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ ആയിരുന്നു ആ രാജാവും. ആ രാജാവ് എല്ലാവരോടും ഈ സുഹൃത്തിനെ കുറിച്ച് നല്ലത് പറയും. ഈ സുഹൃത്തിനോട് ചിലപ്പോഴൊക്കെ പറയും നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പറയുന്ന ഈ സുഹൃത്തിന്റെ ചില സുഹൃത്തുക്കളോട് അങ്ങനത്തെ ഒരു സൗഹൃദ വേളയിൽ ചില തമാശകളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സുഹൃത്ത് അത് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. രാജാവ് നേരിട്ട് സുഹൃത്തിനോട് സംസാരിച്ചപ്പം സുഹൃത്ത് വിചാരിച്ചു ഈ രാജാവ് വെറും അഭിനയമാണ്, ഇത് എന്നെ കബളിപ്പിക്കാൻ പറയുന്നതാണ്. ആലോചിക്കണം, ഈ രാജാവിനെ സംബന്ധിച്ച് എവിടെയോ കിടന്നൊരു സുഹൃത്താണ്. ആ സുഹൃത്ത് രാജാവിനൊരു ഘടകമേ വിഷയമേ അല്ല. അത് ആ സുഹൃത്ത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ എന്നിട്ടും ആ രാജാവും സുഹൃത്തും തമ്മില്, സുഹൃത്തിന് ഈ പറഞ്ഞ കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ചുറ്റും ചിലർ ഇങ്ങനെ ഉണ്ടാവും പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ചില സുഹൃത്ത് വലയങ്ങൾ നമുക്ക് നല്ലതുണ്ടാവും ചീത്തയുണ്ടാവും. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ വേറെ പലതുമായിരിക്കും. പക്ഷെ അത് ആ സുഹൃത്തിന് മനസ്സിലാവിട്ടാണോ ഇനി എന്തെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും അതുപോലെ ഒരു അബദ്ധത്തിൽ ആ സുഹൃത്ത് ഇനി ഭാവിയിൽ പെരരുതെന്ന് അന്ന് രാജാവ് പറഞ്ഞിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആ സുഹൃത്ത് രാജാവിനെ ഉപേക്ഷിച്ച് പോയി, മറ്റൊരു രാജ്യത്തേക്ക് പോയി. അപ്പോ അങ്ങനെ പോയ സമയത്ത് എനിക്കിപ്പോ കഥ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, നമ്മൾ ഒരാളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിനകത്തുള്ള നിജസ്ഥിതി മനസ്സിലാക്കാതെ ജഡ്ജ് ചെയ്ത്, എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ, ജീവിതത്തിലെ മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ജീവിതത്തിൽ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടി. ഞാൻ എന്റെ ക്യാരക്ടർ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും, വലിയ വലിയ പ്രയാസങ്ങൾ. പക്ഷെ വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പലർക്കും ചില കേസിൽ ഞാൻ തെറ്റുകാരനത് തോന്നിയിട്ടുണ്ടെങ്കിലും അത് തെറ്റൊന്നുമല്ല. എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ചില വിവരക്കേടെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പോ ഈ പറയുന്ന കഥ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഒരു പീരീഡിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെ ഓർക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോ മൊത്തം എന്റെ ഫ്ലാഷ് ബാക്ക് ഒന്നും പറഞ്ഞില്ല എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എനിക്ക് രാജാവിന്റെയും സൂത്തിന്റെയും കഥ പറയണം തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരാള് കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഒരുപക്ഷെ അത് തമാശക്കോ അത് ആ അർത്ഥത്തിലോ ആയിരിക്കില്ല രാജാവോ അല്ലെങ്കിൽ ആ ആളോ പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലും മനസ്സിലാക്കാതെ തമാശകൾക്കിടയിൽ അതിനുള്ളിൽ ദ്വയാർത്ഥം ഉണ്ടെന്നൊക്കെ ചിന്തിച്ചിട്ട് തെറ്റിദ്ധരിച്ച് നിങ്ങൾ നല്ല ബന്ധങ്ങൾ നശിപ്പിക്കരുത്. നിങ്ങൾ എപ്പോഴും എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ നമ്മളെ ഗുരുക്കന്മാരെയും നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മളെ കൂടെ ഉണ്ടായവരൊക്കെ ഓർക്കുക. ഞാൻ എന്തൊക്കെയോ അറിയാതെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഉണ്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അജാ സാറ്, പ്രദീപ് സാറ്, അതുപോലെ തന്നെ സുജയ് സാറ്, സുജിത്ത് മാഷ്, ബിബിയേട്ടൻ, എന്തിന് എന്റെ അണ്ണാച്ചി വിമല്, പിന്നെ എന്റെ എല്ലാമായ അവൻ, എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇനി ഒരുപാട് പേരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ക്ഷമിക്കുക. പിന്നെ എന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ വൈഫ് ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് തുടർന്നും കാണണം, തീർച്ചയായിട്ടും കാണണം. പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക് യു.